നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും പരിപാലകനുമായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നാഥനെ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പരിസ്ഥിതി ഞായറാഴ്ചയായി ഞങ്ങൾ ദൈവസ്ഥനിലായിരിക്കുമ്പോൾ സ്വർഗീയ അനുഗ്രഹത്താൽ ധന്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ അങ്ങയെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ അവിടുന്ന് ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷയുടെ ആദ്യ അവസാനം അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യം കൂടിയിരിക്കണമെന്ന് മശിഹയുടെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ഗീതങ്ങളിൽ 353 ഗീതം, ലിറിക്സ് 353. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഈ യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ ഞങ്ങളുടെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയെങ്കിലും എപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. തൃത്വത്തിന് സ്തുതി. പേജ് നമ്പർ 34. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ വാഴ്ത്തപ്പെട്ടവനാകുന്നു.
സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാവങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധവചനം സദ്യയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തെ വലിപ്പത്തെ കൂടുതൽ അർത്ഥമായി അറിയുകയും നിന്റെ കൃപാവരങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പാവസ്വീകാരം, പേജ് നമ്പർ 40. നമുക്ക് പാവില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യമില്ലാതെയായി നമ്മുടെ പാവങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവ നമ്മുടെ പാവങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പൊക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാവം ചെയ്തിരിക്കുന്നു. ഇനി എൻ്റെ മകന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാവൊഴികെ സർവ്വതുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാവങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. ഒന്നാമത്തെ പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തി മഹാനുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെപ്പോൾ തെറ്റിച്ചു നീരിക്കുന്നു. ഞങ്ങളുടെ സന്തതി ഞങ്ങളെ വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങളെ ഏറ്റവും അനുസരിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിഷയങ്ങളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്തിട്ട് ചെയ്ത കാര്യങ്ങളെ ഞങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾ സൗഖ്യമില്ല. അരിഷ്ടമാരായ വിറ്റക്കാരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, തങ്ങളുടെ വീഴങ്ങളെ ഏറ്റുന്നവരോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു മൂലം നീ മനുഷ്യവർത്താതിന്റെ വാക്തവാരം അനുഭവിക്കുന്നതിന് വീണ്ടും കൈക്കൊള്ളണമേ. മഹാനുള്ള പിതാവേ, നിരൂപനായിട്ട് ഞങ്ങൾ നീതിയോടും സ്വഭാവത്തോടും നടക്കേണ്ടതിന് ക്രിസ്തുവും കൃപ ചെയ്യണമേ. ആമേൻ. കരുണയുള്ള കർത്താവേ, നിരവിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാവങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ട് ശാന്തമനസ്സോടെ നിന്നെ സേവിപ്പാനായിട്ട് അവർക്ക് പാവമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോടപേക്ഷിക്കുന്നു. ആമേൻ. ഇന്നത്തേക്കുള്ള പ്രത്യേകമായ അപേക്ഷ. പരിസ്ഥിതി ഞായർ. സർവസൃഷ്ടിയുടെ സൃഷ്ടാവും വീണ്ടെടുപ്പുകാരനുമായ ദൈവമേ, ഞങ്ങളെ വിമോചിപ്പിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച് ഞങ്ങളെ പാവമുക്തമാക്കുന്ന നിന്റെ കൃപയ്ക്കായി ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. വീണ്ടെടുപ്പിനായി ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന സൃഷ്ടിയുടെ കാര്യവിചാരകരായിരിക്കാൻ നിന്റെ വിമോചന ശക്തിയാൽ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോടപേക്ഷിക്കുന്നു.
ആമേൻ. പഴയ നിയമ വേദഭാഗം ഫസ്റ്റ് ലെസൺ. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം പാഠം ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 15-ാം വാക്യം മുതൽ 22-ാം വാക്യം വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പിക്കുന്നു. ജെനസിസ് ചാപ്റ്റർ 8 വേഴ്സസ് 15-22. ദൈവം നോഹയോട് അരുളി ചെയ്തത്, നീയും നിന്റെ ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങും. പറവകളും മൃഗങ്ങളും നിലത്തെഴിയുന്ന ഇഴജാതിയുമായ സർവ്വജഡത്തിൽ നിന്നും നിന്നോടുകൂടെ ഇരിക്കുന്ന സകല ജീവികളെയും പുറത്തു കൊണ്ടുവരിക. അവ ഭൂമിയിൽ അനവധിയായി വർദ്ധിക്കുകയും പെറ്റുപെരുകയും ചെയ്യട്ടെ. അങ്ങനെ നോഹയും അവൻ്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പുറത്തിറങ്ങി. സകല മൃഗങ്ങളും ഇഴജാതികളൊക്കെയും എല്ലാ പറവകളും ഭൂചരങ്ങളൊക്കെയും ജാതി ജാതിയായ പെട്ടകത്തിൽ നിന്നിറങ്ങി. നോഹ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവകളിലും ചിലതെടുത്ത് യാഗപീഠത്തിന്മേൽ ഹോമയാഗം അർപ്പിച്ചു. യഹോവ സൗരഭ്യവാസനം അണച്ചപ്പോൾ യഹോവ തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത്, ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കയില്ല. മനുഷ്യന്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കുകയില്ല. ഭൂമിയുള്ള കാലത്തോളവും വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നു പോകുകയുമില്ല. ദൈവമേ, നിനക്ക് സ്തോത്രം ഉണ്ടാകട്ടെ. ഇന്നത്തേക്കുള്ള സങ്കീർത്തനം 33-ാം സങ്കീർത്തനം, സാംസ് 33. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 33-ാം അധ്യായം 1 മുതൽ 12 വരെ എഴുതപ്പെട്ടിരിക്കുന്ന വാക്യങ്ങൾ. സാംസ് 33 വേഴ്സസ് 1-12. നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പീൻ. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. 10 കമ്പിയുള്ള വീണ കൊണ്ട് അവന് സ്തുതി പാടുവീൻ. അവന് പുതിയ പാട്ട് പാടുവീൻ. ഘോഷസ്വരത്തോട് നന്നായി വാദ്യം വായിപ്പീൻ. യഹോവയുടെ വചനം നേരുള്ളത്, അവൻ്റെ സകല പ്രവൃത്തിക്കും വിശ്വസ്തതയുള്ളത്. അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു. യഹോവയുടെ ഭയം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. യഹോവയുടെ വചനത്താൽ ആകാശവും അവൻ്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. അവൻ സമുദ്രത്തിലെ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുന്നു. അവൻ ആഴികളെ ഭണ്ഡാരങ്ങളിൽ സംഗ്രഹിക്കുന്നു. സകല ഭൂവാസികളും യഹോവയോട് ഭയപ്പെടട്ടെ. ഭൂതലത്തിൽ പാർക്കുന്നവരൊക്കെയും അവനെ ശങ്കിക്കട്ടെ. അവൻ അരുളി ചെയ്തതോ അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. യഹോവ ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്നു. വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുന്നു. യഹോവയുടെ ആലോചന ശാശ്വതമായും അവൻ്റെ ഹൃദയവിചാരങ്ങൾ തലമുറയുമായി നിൽക്കുന്നു. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുക്കുന്ന ജനവും ഭാഗ്യമുള്ളത്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദിയെങ്കിൽ എപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ. രണ്ടാം പാഠം, സെക്കൻഡ് ലെസൺ. കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം പാഠം അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 18 മുതൽ 25 വരെ. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സസ് 18-25. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദേവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നും വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തം അത്രേ. സർവസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞെരുങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പുമായ പുത്രത്വത്തിനു കാത്തുകൊണ്ട് ഉള്ളിൽ ഞെരുങ്ങുന്നു. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്ത്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു എങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. ഇവിടെ രണ്ടാം പാഠം അവസാനിക്കുന്നു. 3 വിശുദ്ധ യുവാക്കന്മാരുടെ പാട്ട് പ്രതിവാക്യവുമായിട്ട് ഏറ്റുചൊല്ലാം. ബെനഡിക്കേറ്റ്, പേജ് നമ്പർ 48. കർത്താവിൻ്റെ സകല സൃഷ്ടികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ.
അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. കർത്താവിന്റെ ദൂതന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. ആകാശങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ. ആകാശവിധാനത്തിനെതിരെയുള്ള വെള്ളങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ. കർത്താവിന്റെ സർവശക്തിയുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. സൂര്യചന്ദ്രന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ. മഴയും മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ദൈവത്തിന്റെ കാറ്റുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. അഗ്നിയുഷ്ണമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ശീതകാല ഉഷ്ണകാലവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ഉറച്ച മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ഉറച്ച മഞ്ഞു ശിലമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ഉറച്ച വെള്ളവും ഹിമമേ കർത്താവിനെ വാഴ്ത്തുവിൻ. രാപ്പകലുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. ഇരുൾവെളുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. മിന്നലുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. ഭൂമി കർത്താവിനെ വാഴ്ത്തട്ടെ. അത്രയുമല്ല അവനെന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തട്ടെ. പർവ്വതങ്ങളും കുന്നുകളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ഭൂമിയിലെ സകല സസ്യങ്ങളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. കിണറുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. സമുദ്രങ്ങളും നദികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. വെള്ളത്തിൽ ചലിക്കുന്ന സകലമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ആകാശത്തിലെ സകല പറവുകളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. സകല മൃഗങ്ങളും കന്നുകാലികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. മനുഷ്യമക്കളെ കർത്താവിനെ വാഴ്ത്തുവിൻ. ഇസ്രായേൽ കർത്താവിനെ വാഴ്ത്തട്ടെ. അവനിൽ നിന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ ഉദയമാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. കർത്താവിൻ്റെ ദാസന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. ആത്മാക്കളും ദൈവമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ഹൃദയശുദ്ധിയുള്ള മനുഷ്യരെ കർത്താവിനെ വാഴ്ത്തുവിൻ. അനിര്യാവസ്യാവും ഈശാലുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. അവനെന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. പുത്രൻ പരിശുദ്ധാത്മാവാൻ ദൈവത്തെ നമുക്ക് വാഴ്ത്താം. അവനെന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്താം. കർത്താവേ, സ്വർഗീയ മണ്ഡലങ്ങളിൽ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നീ എന്നേക്ക് സ്തുതിക്കപ്പെടുന്നവനും എല്ലാറ്റിനും ഇതേ മഹോന്നതനും ആകുന്നുവല്ലോ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 32 വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പീൻ. Gospel according to St. Matthew chapter 6 verses 25 to 32. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്തു കുടിക്കും എന്ന്, നിങ്ങളുടെ ജീവനായിക്കൊണ്ട് എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ട് വിചാരപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടി വയ്ക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങളെല്ലാവരും വിശേഷതയുള്ളവരല്ലയോ? വിചാരപ്പെടുന്നതിനായി തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നുവെന്ന് നിരൂപിപ്പീൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയ്ക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ എത്രയധികം. ആകയാൽ നാം എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നുവല്ലോ. ഇത് ക്രിസ്തുവിൻ്റെ സുവിശേഷം. ക്രിസ്തുവെ, നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. കീർത്തനം 388, ഹിൻ നമ്പർ 388. പോലെ
ന്യായവിധി നീന്മേൽ നടത്തുവാൻ നീതി തൻ വാളിനെ ഊരുന്നു നിന്നോടെ നേരെ ശുദ്ധാത്മവാദം കൊണ്ടു തിരു വേദപ്രമാണത്തിലും സദാ താൻ ദാസൻ മൂലവും ഖേദങ്ങളാലുമേ നിന്നെ വിളിച്ചവൻ നാളെ കഷ്ടങ്ങൾ നേരിടും മുൻപ് നീ രക്ഷാദിവസം ആകുന്നില്ലേ നിൻ പാപമേശുവേ മുൻപിൽ പറഞ്ഞു താൻ മാപ്പു ലഭിക്കുക ഇപ്പോൾ തന്നെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവകൃപയാൽ നാം കഴിഞ്ഞ ആഴ്ചയിൽ ആഗ്രഹിച്ചതുപോലെ ഈ ആഴ്ചയിൽ ഒരുമിച്ച് ദേവാലയത്തിൽ കൂടി ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനും ഒക്കെയും സാധിക്കുമെന്നുള്ള ചിന്തയായിരുന്നു. എന്നാൽ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക ഓർഡർ പ്രകാരം കോവിഡ്-19 ഭാഗമായി ദേവാലയങ്ങൾ തുറക്കുവാൻ സാധിക്കുന്നില്ല. കോവിഡ്-19 സമൂഹ വ്യാപനം വളരെ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമ്പോൾ വീണ്ടും നാം നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ കൂടുതലായി പ്രാർത്ഥിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കണം. വരും സമയങ്ങളിൽ ഒരുപക്ഷെ നാം ആഗ്രഹിക്കുന്ന പോലെ ദൈവഹിതമെങ്കിൽ ഒരുമിച്ച് ദേവാലയത്തിൽ കൂടി വരുവാനും ദൈവത്തെ ആരാധിപ്പാനും നമുക്ക് സാധിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ ഞായറാഴ്ചയുടെ പ്രത്യേകത പരിസ്ഥിതി ഞായറാഴ്ചയാണ്. ഒരുമിച്ച് ചിന്തിക്കുവാനുള്ളതായ ചിന്താവിഷയം ക്രിയേഷൻ ഗ്രോൺസ് ഫോർ ലിബറേഷൻ, വീണ്ടെടുപ്പിനായുള്ള സൃഷ്ടിയുടെ പരിദേവനം എന്നുള്ള ചിന്തയാണ്. വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: സർവ സൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുന്നോവിടിരിക്കുന്നു എന്ന് നാം അറിയുന്നു. പൗലോസിൻ്റെ ലേഖനങ്ങളിൽ വളരെ ദീർഘമായ ലേഖനമാണ് റോമാലേഖനം. നവീനങ്ങളായ ദൈവശാസ്ത്ര ചിന്തകൾ ഈ ലേഖനത്തിൽ അടങ്ങിയിട്ടുണ്ട്. വിശുദ്ധ വേദോസ്തത്തിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ള ചിന്തകൾ ഈ ലേഖനത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. റോമാലേഖനത്തിൻ്റെ പ്രതിവാദി വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാപത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുന്ന ദൈവകൃപയുടെ പ്രവർത്തനമാണ് ഈ ലേഖനത്തിൽ നാം കാണുന്നത്. ഇന്ന് വായിച്ചതായ റോമലേഖനം 8-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വേദഭാഗങ്ങളിൽ പ്രപഞ്ചത്തിൻ്റെ വീണ്ടെടുപ്പ്
ഭാവി പ്രത്യാശയായിട്ട് വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. അതായത് ചരിത്രത്തിൽ പ്രവർത്തിക്കുന്നതായ ദൈവം പ്രപഞ്ചത്തിന്മേൽ അധികാരമുള്ളവനാണ്. പൗലോസിൻ്റെ ചിന്തയിൽ രക്ഷ മനുഷ്യന് മാത്രമല്ല സർവ സൃഷ്ടിക്കും ഉള്ളതാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇത് യേശു ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ ഒരിക്കലായി സംഭവിച്ചു കഴിഞ്ഞതല്ല, ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി തുടർന്നുകൊണ്ടിരിക്കുന്നത് യേശു ക്രിസ്തുവിലൂടെയാണ്. അതുകൊണ്ട് വിശുദ്ധ വചനം നമ്മോട് പറയുന്നുണ്ട്, അനുതാപത്തോടെ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന ഏതൊരു പാപിക്കും രക്ഷയുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം പ്രത്യാശയുടെയും വിജയത്തിൻ്റെ സന്ദേശമാണ് നൽകുന്നത്. ഇരുളാർന്ന രാത്രിയിൽ നിന്ന് പ്രകാശം നിറഞ്ഞ പകലിലേക്ക് കിടക്കുന്ന ഒരു അനുഭവമാണ് ലേഖനത്തിൻ്റെ ഉള്ളടക്കം. സൃഷ്ടി വേദനയോടെ ആയിത്തീരുന്നത് അതിൻ്റെ ക്രമരഹിത അവസ്ഥയാണ്. ഈ വേദഭാഗം പഠിക്കുമ്പോൾ നമുക്കറിയാം, വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഡിസോർഡർ ആയതിനെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഓർഡറാക്കി തീർക്കുകയാണ്. ക്രമരഹിത അവസ്ഥയെ ക്രമമുള്ള അവസ്ഥയാക്കി തീർക്കുന്ന ചിന്തയാണ് നാം ഇതിലൂടെ മനസ്സിലാക്കുന്നത്. ഇവിടെ മനസ്സിലാക്കുമ്പോൾ സൃഷ്ടി, ക്രിയേഷൻ, പ്രപഞ്ചവും മനുഷ്യരും ഉൾപ്പെടുന്നതായിട്ടുള്ള ചിന്തയാണ്. അതുകൊണ്ട് ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ ദൈവത്തിനെതിരായി തിരിഞ്ഞപ്പോൾ സൃഷ്ടി മുഴുവനും കഷ്ടപ്പെട്ടു, വേദനപ്പെട്ടു. അതുകൊണ്ട് ഈ വേദനയെക്കുറിച്ച് പൗലോസ് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് സർവ്വ സൃഷ്ടി ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടായിരിക്കുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് പൗലോസിൻ്റെ ചിന്തയിൽ ആദാം അനുസരണക്കേട് കാണിച്ചപ്പോൾ അല്ലെങ്കിൽ ചെയ്തതിലൂടെ എല്ലാവരും പാപികളായി തീർന്നു എന്നുള്ള ചിന്തയാണ്. അതുകൊണ്ട് ഈ വേദഭാഗത്ത് ദ്രവത്വം എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ദ്രവത്വം എന്ന വാക്കിന് ശൂന്യത എന്നും നിഷ്ഫലത എന്നും ഉദ്ദേശമില്ലായ്മ എന്നൊക്കെയും പറയാം. എന്നാൽ ശൂന്യതയാണ് കുറച്ചുകൂടെ അർത്ഥവത്തായി തീരുന്നത്. ശൂന്യത എന്ന് പറഞ്ഞാൽ എല്ലാം മായയായ അവസ്ഥയാണ്. ദൈവത്തെക്കുറിച്ചോ നിത്യതയെക്കുറിച്ചോ യാതൊരു ബന്ധവുമില്ലാത്തതായ ഒരു പ്രത്യേകമായ അവസ്ഥ. ഇവിടെ അത്യന്തികമായ പരാമർശം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിലൂടെ ലഭ്യമായി തീരുന്ന സാർവത്രികമായ രക്ഷ എന്നുള്ളതാണ്. ഈ രക്ഷ സർവ സൃഷ്ടിക്കുമുള്ളതായ രക്ഷയാണ്. സൂര്യന് കീഴിൽ ജീവിക്കുന്ന, നിലനിൽക്കുന്ന ജീവിതത്തിൻ്റെ ബന്ധമില്ലായ്മയാണ് ഇവിടെ ദ്രവത്വം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. സർവസൃഷ്ടി ഇന്ന് വരെ ഒരുപോലെ ഈറ്റുനോവോടായിരിക്കുന്നതായ സാഹചര്യം. സൃഷ്ടി ഇന്ന് വേദനപ്പെടുകയാണ്, ഞരങ്ങുകയാണ്. നാം നമ്മുടെ പ്രകൃതിയിലേക്ക്, പരിസ്ഥിതിയിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, വെള്ളപ്പൊക്കം. കേരളത്തിലാണെങ്കിൽ അടുത്ത നാളുകളിൽ വലിയ വെള്ളപ്പൊക്കങ്ങളാണ് സംഭവിച്ചത്. കൊടുങ്കാറ്റ് വിവിധ മേഖലകളിൽ, വിവിധ രാജ്യങ്ങളിൽ കൊടുങ്കാറ്റ് ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഭൂകമ്പം, വരൾച്ച, ആഗോള താപനം, ഓസോൺ പാളിക്ക് വിള്ളൽ വീഴുക, അമ്ലമഴ, വനനശീകരണം തുടങ്ങിയവ എല്ലാം ഈ പരിസ്ഥിതി പ്രശ്നങ്ങളാണ്. ഇതെല്ലാം സൃഷ്ടി ഈറ്റുനോവോടായിരിക്കുന്നതായ സാഹചര്യമാണ്. സൃഷ്ടി വേദനപ്പെടുന്നതായ സാഹചര്യമാണ്. കൂടാതെ നമുക്കറിയാം, നഗരവൽക്കരണം, യന്ത്രവൽക്കരണം, വ്യവസായവൽക്കരണം, ആഗോളവൽക്കരണം ഇവയെല്ലാം ഇതിന് കാരണങ്ങളാണ്. പ്രകൃതിയുടെ മലിനീകരണം കാരണം ജൈവ സമ്പദ് വ്യവസ്ഥ നശിക്കുകയാണ്. നമ്മൾ അടുത്ത കാലത്ത് പത്രമാധ്യമങ്ങൾ കൂടെ മനസ്സിലാക്കിയല്ലോ, മത്സ്യങ്ങൾ ചത്തൊടുങ്ങുകയാണ്. കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുകയാണ് ചെയ്യുന്നത്.
അതിൻ്റെ ഫലവുമായി ദാരിദ്ര്യം കൊടിയുത്തി വാഴുന്നതായ പ്രത്യേകമായ സാഹചര്യം, പരിസ്ഥിതി അഭയാർത്ഥികൾ പെരുകുന്നതായ കാലഘട്ടം, കൂടാതെ ജൈവ സാങ്കേതിക ശാസ്ത്രത്തിൻ്റെ ഉപയോഗവും ദുർവിനിയോഗവും ദിവസേന നിരവധി പരിസ്ഥിതി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഈ കഷ്ടപ്പാടിനെ ഈറ്റുനോവായി പൗലോസ് ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. പ്രസവ വേദനയാലുള്ള തേങ്ങൽ പോലെ സൃഷ്ടി അലറി കരയുകയാണ്. വേദന അതികഠിനമാകുമ്പോൾ വിടുതലുണ്ടാകും എന്നതുപോലെ സൃഷ്ടിയുടെ വിമോചനം ആസന്നമാണ് എന്ന് പൗലോസ് പറയുക. ദൈവത്തിൻ്റെ മനോഹര പ്രപഞ്ചത്തിൻ്റെ സംരക്ഷകരാകേണ്ടതായ നമ്മൾ പകരം അതിൻ്റെ സംഹാരകരായി തീർന്നിരിക്കുക. ഇന്ന് ഞാൻ നിങ്ങളും അറിഞ്ഞോ അറിയാതെയോ സൃഷ്ടിയെ, പ്രപഞ്ചത്തെ, നാം ആയിരിക്കുന്ന പരിസ്ഥിതിയെ ഇല്ലായ്മ ചെയ്യുകയാണ്. നാം മനസ്സിലാക്കണം, ദൈവഹിതം മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതായ സമയമാണ് ഈ കാലഘട്ടം. മനുഷ്യൻ പരിസ്ഥിതി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടായതല്ല, ഉണ്ടാക്കിയതാണ്. മനുഷ്യൻ്റെ സ്വാർത്ഥതയുടെ ഫലമായിട്ട് അവൻ്റെ പാപത്തിൻ്റെ വളർച്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യനിങ്ങനെ സ്വാർത്ഥതയുടെ ഫലമായി, പാവന്തകാര പ്രവൃത്തികൾ ചെയ്തതിൻ്റെ ഫലമായി അവൻ പ്രകൃതിയിൽ നിന്നും സഹജീവികളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നൊക്കെ അകന്നു പോവുകയാണ് ചെയ്യുന്നത്. അവിടെ പ്രിയമുള്ളവരെ, ഓരോ സൃഷ്ടിക്കും അതിൻ്റെതായ നൈസർഗികമായ മൂല്യമുണ്ട്. ആ നൈസർഗികമായ മൂല്യം തിരിച്ചറിഞ്ഞ് അതിനോട് പെരുമാറുവാൻ സാധിക്കണം. ഓരോ സൃഷ്ടിക്കും അതിൻ്റെതായ മഹത്വമുണ്ട്, സ്നേഹമുണ്ട്, ജ്ഞാനമുണ്ട്. അതുകൊണ്ട് ഈ മഹത്വവും ഈ സ്നേഹവും ഒക്കെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ നാം പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നവരായി തീരുകയാണ് ചെയ്യുന്നത്. ഈ നാളുകളിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ ശരിയാവണ്ണം വിനിയോഗിക്കാൻ സാധിക്കണം. കോവിഡ്-19 കാലഘട്ടത്തിൽ പലപ്പോഴും നാം നമ്മുടെ ഭവനങ്ങളിലായിരിക്കുമ്പോഴും ലോക്ക്ഡൗണിൻ്റെ ഭാഗമായിട്ട് വാഹനങ്ങൾ ഉപയോഗിക്കാതിരുന്നപ്പോൾ പ്രകൃതി ശുദ്ധമായി തീർന്നു. ആ ശുദ്ധമായി ശ്വസിക്കേണ്ട നാം ഓരോരുത്തരും ഇന്ന് മാസ്ക് ധരിച്ചുകൊണ്ട് ഒരു വീർപ്പുമുട്ടലിൻ്റെ അനുഭവത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ പരിസ്ഥിതി എന്ന് പറയുന്നത് നാം ഓരോരുത്തരും സംരക്ഷിക്കേണ്ടതായ ഒന്നാണ്. ദൈവവും മനുഷ്യനും, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ളതായ ബന്ധം ദൃഢമാകണം. എങ്കിൽ മാത്രമേ ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത്, മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ എന്നെ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നാളുകളിൽ നമുക്ക് നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാം. സഭയായി, വ്യക്തിജീവിതങ്ങളായി നമുക്ക് നൽകിയിരിക്കുന്നതായ അനുഗ്രഹങ്ങളെ ദൈവനാമമഹത്വത്തിനായി വിനിയോഗിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പോസ്തല വിശ്വാസ പ്രമാണം, പേജ് നമ്പർ 55. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവനെ ഉത്തമനായ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാകെ ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസ് കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചു ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തനായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു.
അവിടെ എങ്കിലുള്ളവരെയും മരിച്ചതിനയപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനാൽ വിശ്വസിക്കുന്നു. വിശുദ്ധ സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും നിത്യജീവനെ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഈ ആഴ്ചയിലെ ബർത്ത്ഡേ ലിസ്റ്റ്: മിസസ് മോനി വർഗീസ്, മിസ്റ്റർ ബിപിൻ ജേക്കബ്, മിസ്റ്റർ അരൂപ് ചെറിയാൻ, മാസ്റ്റർ ജോഷുവ യോഗാൻ ഐസക്, മിസ് ലിയാൻഡ്ര സാറ അലക്സ്, മിസ്റ്റർ എബ്രഹാം വർക്കി. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരം രക്ഷിതാനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ജീവൻ്റെ പരിപാലകനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടുന്ന അവിടുത്തെ പ്രിയ മക്കളെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. അവരുടെ ജനനം മുതൽ ഈ സമയം വരെയും അത്ഭുതകരം അതിശയകരമായി ഈ ഭൂമിയുടെ വരപ്പിൽ സാക്ഷ്യമായി എൻ്റെ പ്രിയൻ വഴി നടത്തിയ വിധങ്ങൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാഥനെ, പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ കൃപകളും അനുഗ്രഹങ്ങളും അവിടുന്ന് ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബസ്ഥരായ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായ ബുദ്ധി, ജ്ഞാനം, വിവേകം പ്രദാനം ചെയ്യണമേ. നിൻ്റെ ഓരോ പ്രിയ മക്കളെയും സ്വർഗീയ അനുഗ്രഹത്താൽ ധന്യമാക്കണമെന്ന് യേശു തമ്പുരാൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. വെഡ്ഡിംഗ് ആനിവേഴ്സറി: മിസസ് ആൻഡ് മിസ്റ്റർ സ്റ്റീവൻ സി കോശി, മിസസ് ആൻഡ് മിസ്റ്റർ വർഗീസ് ടി വി. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ ആഴ്ചയിൽ വിവാഹാശി ആഘോഷിക്കുന്ന അവിടുത്തെ പ്രിയ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവർ കുടുംബജീവിതം ആരംഭിച്ച നിമിഷം മുതൽ ഈ സമയം വരെയും അത്ഭുതകരം അതിശയകരമായി ഈ ഭൂമിയുടെ വരപ്പിൽ സാക്ഷ്യമായി വഴി നടത്തിയ വിധങ്ങൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാഥനെ, സന്താപകാലത്തും സന്തോഷകാലത്തും ദൈവത്തിൽ ആശ്രയം വെച്ച് മുന്നോട്ട് ജീവിപ്പാൻ അവിടെ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവർക്ക് ദാനമായി നൽകിയിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൊച്ചുമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതീതമായി ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും നല്ലത് വരുവാനിരിക്കുന്നു എന്ന ഉത്തമ ബോധ്യം നിൻ്റെ മക്കൾക്ക് പ്രദാനം ചെയ്യണമേ. ദൈവസ്നേഹത്തിൽ ആശ്രയിച്ച് ജീവിപ്പാൻ അവിടെ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. കർത്താവ് നൽകിയ എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. മഹത്വം അവിടുന്ന് എടുക്കണമെന്ന് യേശു തമ്പുരാൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. Almighty God, who has taught us to make prayers and supplications and to give thanks for all men, hear us when we pray, that it may please Thee to inspire continually the universal church with the spirit of truth, unity and concord. Let us pray. Almighty God, our loving Heavenly Father, we come at your presence, O Father Lord. God, we thank Thee, O Master Lord God, for giving us this opportunity to praise Thee, O Father Lord God, to pray with Thee, O Father Lord God, to thank Thee and worship Thee, O Father Lord God. God, we thank Thee for giving us this motive, O Father Lord God, to open our hearts to You, O Father Lord God. God, we come to You in times of problems, the world in a disorder, O Father Lord God, but knowing fully well, O Father, that You have everything in control, O Master Lord God. God, be with us, O Father Lord God, as we continue with our lives, O Father.
God, we thank thee for protecting us, O Father, Lord God, that the blood of the Lord and Savior Jesus Christ is over each and every one of our households, O Father, that you have allowed us to go our way as normal, O Father, Lord God, and protected us and kept us safe and healed us where it's required, O Father, Lord God. God, we praise thee, O Father, Lord God, for giving us this opportunity to worship freely, O Father, Lord. God, this morning, O Master, we pray, O Father, for the people who need thy help, O Father. We pray for the people who are having problems, O Father, Lord God. The people who have lost their loved ones because of these issues in this world, O Father, Lord God. God, we pray for the people who have lost their jobs, O Father. We pray, O Father, Lord God, that your hand will be above them and that they will be consoled, O Father. That they will have that strength, O Father, to lead their life once again as normal, O Father, Lord God. We pray for the people who are currently battling for their lives in hospitals, O Father. We pray for their caregivers. We pray for the doctors. We pray for the nurses, O Father, Lord God, who are helping them recoup, O Father. God, we pray for our administration. We pray for the people who are making decisions, O Father, Lord God. We pray, O Father, Lord God, that they will be able to make the right decisions, O Father, Lord God. God, we pray for the people, the families, O Father, Lord God, who are impacted. We pray for the people who are having issues, O Father, financially, O Father, Lord God, who are having problems about the things that they need to do, O Father, Lord God. We pray, O Master, Lord God, that your grace will come upon them and that they will be able to lead their lives, O Father, once again as they did before, O Father, Lord God. God, as we pray, O Father, we ask, O Master, that you will continually be over us, O Father, Lord God, that you will help us, O Father, Lord God. Be with us as we lead our lives, O Father, Lord God. Let us now turn to the second litany. For the peace that is from above, and for the salvation of our souls, let us pray to the Lord. Lord, have mercy. For the peace of the whole world, for the welfare of God's holy churches, and for the union of all, let us pray to the Lord. Lord, have mercy. For our bishops and all other ministers, especially our moderator, our bishop, and the moderator of the Church of North India and the Metropolitan of the Marthoma Church, that with a good heart and a pure conscience they may accomplish their ministry. Let us pray to the Lord. Lord, have mercy. For the President of our Republic, the Prime Minister, the Governor of our state, the Chief Minister, and all those who serve in the government, let us pray to the Lord. Lord, have mercy. For the sick, the suffering, the sorrowful, and the dying, let us pray to the Lord. Lord, have mercy. For ourselves and all who confess the name of Christ, that we may show forth the excellencies of Him who called us out of darkness into His marvelous light, let us pray to the Lord. Lord, have mercy. That with all His servants who have served Him here and are now at rest, we may enter into the fullness of His unending joy, let us pray to the Lord. Lord, have mercy. ചെങ്കടലിലും
വഴി തുറപ്പാൻ ഞാൻ എന്നും ശക്തനല്ലയോ. കരുതുന്നവൻ ഞാനല്ലയോ, കരുതുന്നതെന്തിനു നീ. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നല്ലത് മനോഹരമായ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു നാഥനെ. നിന്റെ മക്കളായിരിക്കുന്ന ഇടങ്ങളിൽ, സ്ഥാനങ്ങളിൽ ദൈവത്തിൻ്റെ അളവറ്റ കരുണയും കാവലും സംരക്ഷണവും കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കോവിഡ്-19 ഈ കാലഘട്ടത്തിൽ, പ്രത്യേകമായ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ദേവാലയത്തിൽ കൂടുവാൻ സാധിക്കുന്നില്ല എങ്കിലും ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ഭവനങ്ങളിൽ അങ്ങയെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ഞങ്ങളെ ഒരുക്കുന്ന കൃപകളെ ഓർത്ത് സ്തുതിക്കുകയാണ് നാഥനെ. ദൈവമായ കർത്താവെ, ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഈ നാടുകളിൽ, പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ, രോഗാക്ഷണ അവസ്ഥയിലായിരിക്കുന്ന എല്ലാവരെയും ദൈവം സമർപ്പിക്കുകയാണ്. വാർദ്ധക്യ സഹജമായ ക്ഷീണാവസ്ഥയിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ വിടുതൽ ആശ്വാസം പ്രദാനം ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നുണ്ട്. സ്തോത്രം. യേശുവിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. ലജ്ജിക്കാതെ സാക്ഷിയായി നിലകൊള്ളുവാൻ ജീവിപ്പാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന കർത്താവെ, അവിന്ന് തിരുമേനിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വൈദിക ശ്രേഷ്ഠരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ മേഖലകളിൽ അധ്വാനിക്കുന്ന, പ്രയത്നിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന അതിനെ. ഞങ്ങളായിരിക്കുന്ന ഹൈദരാബാദ് ദേശത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. വിദേശത്തായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമായ കർത്താവ്, ഞങ്ങൾക്ക് വസിപ്പാൻ പാർപ്പിടും, ധരിപ്പാൻ വസ്ത്രം, കഴിപ്പാൻ ആഹാരം നൽകുന്നവർക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, കാലിന് വീഴ്ചയിൽ നിന്നും, പ്രാണനെ മനത്തിൽ നിന്ന് വിടിയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ നാളുകൾ ഞങ്ങൾ ദേവാലയത്തിനായിട്ട് ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുന്ന കർത്താവ്, ഞങ്ങളുടെ ആഗ്രഹങ്ങളെ കണ്ടറിഞ്ഞ് അവിടെ നിന്ന് സൗകര്യക്കുകയും ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. മഹത്വം അവിടെ നിന്ന് എടുക്കണമെന്ന് യേശു തമ്പുരാൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. കർത്താവിൻ്റെ പ്രാർത്ഥന ചേർന്നു പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സ്വസ്ഥത പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളൊരു ശിവകർത്താദൃശ്യങ്ങൾ വിടിയിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളാകുന്നുവല്ലോ. ആമീൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസം സ്വർഗവും നാം എല്ലാവരോടും ഇന്നും നയിക്കും ഇരിക്കുമാറാകട്ടെ. ആമീൻ. So
കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നിങ്ങളോടുകൂടെയും നമുക്ക് സമാധാനത്തോടെ ആയിരിക്കാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.